വേദനയുടെ ആഴമറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിന്റെ വിലയറിയാം. അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയും. പക്ഷേ അങ്ങനെയുള്ളവരെ സ്നേഹിക്കാൻ അധികമാരും ഉണ്ടാകില്ല. നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. പരിശ്രമിക്കുക. നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. നാളെ എന്നത് മടിയന്മാർക്ക് മാറ്റിവെച്ച ദിവസമാണ്. മറ്റുള്ളവർ ഉല്ലസിക്കുമ്പോൾ പഠിക്കുക. മറ്റുള്ളവർ ചെലവഴിക്കുമ്പോൾ സംരക്ഷിക്കുക. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ജോലി ചെയ്യുക. മറ്റുള്ളവർ സ്വപ്നം കാണുന്നത് പോലെ ജീവിക്കുക. ഒരു വ്യക്തി താൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ നോക്കുമ്പോൾ 45% കണ്ണുകൾ വലുതാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മളൊരു സ്വപ്നം പിന്തുടരുന്നതിൽ ശ്രദ്ധാലുവാണെങ്കിൽ അവ യാഥാർത്ഥ്യമാകും. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. ബഹുമതികൾ സ്വന്തമാക്കുന്നതിൽ അല്ല, ബഹുമാനം നേടുന്നതിൽ ആണ് മനുഷ്യന്റെ അന്തസ്സ് കുടികൊള്ളുന്നത്. ജീവിതത്തിൽ എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ച് യാത്ര തുടരുക. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയം. നിങ്ങളുടെ അഭാവത്താൽ വേദനിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ സ്വപ്നത്തിൽ വരാൻ 80% സാധ്യത ഉണ്ട്. ഈ ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. എപ്പോഴും കൊടുക്കുന്നവരും എപ്പോഴും വാങ്ങുന്നവരും. വാങ്ങുന്നവർക്ക് നന്നായി കഴിക്കാൻ സാധിക്കും, എന്നാൽ കൊടുക്കുന്നവർക്ക് നന്നായി ഉറങ്ങാൻ സാധിക്കും. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക. അതിനെ ആസ്വദിക്കുക. അത് നിങ്ങളെ സംരക്ഷിക്കും. ഒരാളുടെ വികാരങ്ങൾ തമാശയായി കാണരുത്. അത് അവരെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. അണയരുതെന്ന് കരുതി നമ്മൾ ചേർത്ത് പിടിക്കുന്ന ദീപമായിരിക്കും നമുക്ക് ഏറ്റവും പൊള്ളലേൽപ്പിക്കുന്നത്. തനിയെ ജീവിക്കാൻ ശീലിക്കുക. എന്നും തനിച്ച് യാത്ര പോവുക. സ്നേഹത്തെ ആശ്രയിക്കാതിരിക്കുക. അനുയായികൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നേതാക്കൾ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. പരാജയം എന്ന വാക്ക് നേതാക്കൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. അവർ പരാജയങ്ങളെ പഠനാനുഭവങ്ങളായി കാണുന്നു. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബുദ്ധിയാണ്. എന്നാൽ സ്വയം എന്താണെന്ന് അറിയാൻ കഴിയുന്നതാണ് ശരിയായ ജ്ഞാനം. മറ്റുള്ളവരെ നയിക്കാൻ കഴിയുന്നത് കഴിവാണ്. എന്നാൽ സ്വയം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ പ്രസക്തി. എല്ലാ സത്യങ്ങളും 3 ഘടകങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആദ്യം അത് അവഹേളിക്കപ്പെടും. രണ്ടാമത് ശക്തമായി എതിർക്കപ്പെടും. മൂന്നാമത് സ്വയം പ്രത്യക്ഷമായതുപോലെ അംഗീകരിക്കപ്പെടും. നെഗറ്റീവ് സാഹചര്യത്തെ പോസിറ്റീവ് സാഹചര്യമാക്കി മാറ്റുന്നതിനുള്ള സാധ്യമായ വഴികൾ എല്ലായ്പ്പോഴും കണ്ടെത്തുക. ഭാവിയിൽ മികച്ചതാവാൻ നിങ്ങളുടെ ഭൂതകാലം മറക്കുക. നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾ പാതി വഴിയിലാണ്. പ്രയത്നം പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. പഠനങ്ങൾ അനുസരിച്ച് പുരുഷന്മാർ കാണുന്നതിനോട് പ്രണയത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും സുന്ദരികൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. പലർക്കും നമ്മൾ വേണ്ടപ്പെട്ടവർ ആകുന്നത് അവർക്ക് വേണ്ടപ്പെട്ട ചില സമയങ്ങളിൽ മാത്രമാണ്. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങൾക്കുള്ള ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു. ആരെങ്കിലും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുമായുള്ള സംഭാഷണത്തിൽ പതിവിലും കൂടുതൽ അവരുടെ കണ്ണുകൾ ചിമ്മാൻ തുടങ്ങും. ഉപകാരം സ്വയം ചെയ്യുക. എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നുകൊടുക്കുന്നത് നിർത്തുക. നമ്മൾ ഇന്നത്തേക്ക് കുറച്ച് ത്യാഗങ്ങൾ സഹിച്ചാലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു നാളെയെ നൽകാനാകൂ.
ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോകും. ഒരിക്കലും നമ്മൾ അവിടെ തങ്ങി നിൽക്കരുത്. ഭയപ്പെട്ട് പിന്മാറിയാൽ അവശേഷിക്കുന്നത് ഭയം മാത്രമായിരിക്കും. ജീവിതത്തിൽ എന്താണോ നേരിടേണ്ടത് അതിന് പ്രതിബന്ധമാകുന്ന സകലതിനെയും നേരിടണം. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അത് ആരോടെങ്കിലും പങ്കുവെച്ചാൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കുറയുന്നു. കാരണം ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ പ്രചോദനവും ജിജ്ഞാസയും കുറഞ്ഞു പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ പകുതി ഭാഗം നമ്മൾ സൃഷ്ടിക്കുന്നതും ബാക്കി ഭാഗം നമ്മൾ തിരഞ്ഞെടുത്ത സുഹൃത്തുക്കളുടെ സംഭാവനയുമാണ്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിന്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചിരിക്കുന്നു. സ്ത്രീകൾ അവർക്ക് ആകർഷണം തോന്നുന്ന പുരുഷനെ നോക്കി ചിരിക്കുന്നു. എന്നാൽ പുരുഷന്മാർ തങ്ങളെ നോക്കി ചിരിക്കുന്ന സ്ത്രീകളിൽ ആകൃഷ്ടരാകുന്നു. ജീവിതം വളരുകയും ചെറുതാകുകയും ചെയ്യുന്നത് ഓരോരുത്തരുടെയും ധൈര്യവും ആത്മവിശ്വാസവും അനുസരിച്ചാണ്. ശബ്ദം കുറച്ച് പൗരുഷമായ രീതിയിൽ സംസാരിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പൊതുവെ ആകർഷിക്കപ്പെടുന്നു. അവരിൽ ആത്മവിശ്വാസവും എടുത്തുചാട്ടവും കുറവായിരിക്കുമെന്ന് സ്ത്രീകൾ കാണുന്നു. നിങ്ങളൊരു വ്യക്തിയെ ആരാധിച്ചു തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ പ്രവൃത്തിയും മനോഹരമായി അനുഭവപ്പെടുന്നു. തന്റെ പുരുഷൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ സ്ത്രീ അവനെ അവഗണിക്കുകയാണെങ്കിൽ അവളുടെ മനസ്സ് ഒന്ന് തണുക്കാനായി അവൾക്ക് സമയം കൊടുക്കുക. സത്യം പറഞ്ഞ് ഒരാളെ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് കള്ളം പറഞ്ഞ ഒരാളെ സന്തോഷിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നാണ് പഠിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം സ്വയം ചെയ്യാൻ കഴിയുകയില്ല. ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം എത്ര ചെറുതാണെങ്കിലും അത് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ അത് എത്ര വലിയ കാര്യമാണെങ്കിലും ചെയ്യാൻ കഴിയും. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സ് അടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം സ്നേഹബന്ധങ്ങൾ. ആരിൽ നിന്നും തിരിച്ച് സ്നേഹം പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേർ ഉണ്ടാകും. എന്നാൽ അതിനു മുമ്പ് നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിൽ ആരും കാണില്ല.